മുൻകൂട്ടി ആസൂത്രണം ചെയ്താണ് ബി.ജെ.പി അംഗങ്ങൾ പാർലമെന്റിലേക്ക് വന്നതെന്ന് കൊടിക്കുന്നിൽ സുരേഷ് എം.പി 24-നോട്. ലാത്തികൾ പോലുള്ള വടികളുമായി ആക്രമിക്കാൻ ലക്ഷ്യം വെച്ചാണ് ബി.ജെ.പി അംഗങ്ങൾ വന്നതെന്നാണ് ആരോപണം. അമിത്ഷാ അംബേദ്കറെ അവഹേളിച്ചത് വിഷയത്തിൽ നിന്ന് ജനശ്രദ്ധ തിരിക്കാൻ ബി.ജെ.പി നടത്തിയ നാടകമാണ് സഭാ കവാടത്തിൽ കണ്ടതെന്നും കൊടിക്കുന്നിൽ സുരേഷ്. ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത തരത്തിലുള്ള രംഗങ്ങൾക്കാണ് ഇന്ന് പാർലമെന്റ് വളപ്പ് സാക്ഷ്യം വഹിച്ചത്. ഇപ്പോൾ നമ്മളോടൊപ്പം മുതിർന്ന കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നിൽ സുരേഷ് എം.പി ചേരുകയാണ്. ഇന്ന് എന്താണ് പാർലമെന്റിൽ സംഭവിച്ചത്? ഇന്നത്തെ പാർലമെന്റ് സമ്മേളനം അലങ്കോലപ്പെടുത്താൻ ബോധപൂർവം ബി.ജെ.പി ശ്രമിക്കുകയായിരുന്നു. അവർ മുൻകൂട്ടി പ്ലാൻ ചെയ്താണ് അവരുടെ എം.പിമാർ ഇന്ന് ലോക്സഭയിലേക്ക് വന്നത്. ഞങ്ങൾ അമിത്ഷാ, കേന്ദ്ര ആഭ്യന്തര വകുപ്പ് മന്ത്രി, ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബാബാ സാഹേബ് അംബേദ്കർക്കെതിരെ രാജ്യസഭയിൽ നടത്തിയ ഗുരുതരമായ പരാമർശം അത് പിൻവലിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടും അത് മാപ്പ് പറയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു ഞങ്ങളുടെ ഇന്നലെ മിനിഞ്ഞാന്നൊക്കെയുള്ള പ്രക്ഷോഭം. എന്നാൽ ഇന്ന് ഞങ്ങൾ അമിത്ഷായെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണം, രാജിവെക്കാൻ തയ്യാറായില്ലെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ ബ്ലോക്കിലെ മുഴുവൻ എം.പിമാരും രാവിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ, പാർലമെന്റ് വളപ്പിലെ അംബേദ്കർ പ്രതിമയ്ക്ക് മുന്നിൽ സമ്മേളിച്ച് അവിടെ നിന്ന് മുദ്രാവാക്യം വിളിച്ച് പാർലമെന്റിന്റെ മഗർ ഗേറ്റ്, പ്രധാനപ്പെട്ട കവാടമായ മഗർ ദ്വാറിലേക്ക് പോയത്. വളരെ സമാധാനപരമായി പ്രകടനം നടത്തിയാണ് പോയത്. ഏതാണ്ട് 200-ഓളം ഇന്ത്യ ബ്ലോക്ക് എം.പിമാരുണ്ടായിരുന്നു. പക്ഷേ ഞങ്ങൾ അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ 200-ഓളം ബി.ജെ.പിയുടെയും അവരുടെ സഖ്യകക്ഷി എം.പിമാർക്ക് കയറിപ്പോകാനുള്ള മഗർ ദ്വാറിലെ പടികൾ പൂർണ്ണമായും ബ്ലോക്ക് ചെയ്തുകൊണ്ട് മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു.